അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെഞ്ഞാറുമൂടിലെ കൂട്ടക്കൊല. അഫ്ഫാൻ എന്ന് പറയുന്ന ആൾ ആരെന്നും ഇതിൻ്റെ പിന്നിൽ അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, എന്തിനാണ് ഈ കൂട്ടക്കൊല, സ്വന്തം ഉമ്മയെപ്പോലും സ്വന്തം അനുജനെപ്പോലും വിടാതെ 6 പേര് കൊല്ലാൻ ശ്രമിക്കുകയും അതിൽ ഉമ്മ രക്ഷപ്പെട്ടാൽ ഗുരുതരമായൊരവസ്ഥയിലാണ്, ജീവിക്കോ മരിക്കോ എന്നറിയില്ല. മാത്രമല്ല ഇവൻ കൊന്നത് ഇത്രയും നിസ്കാരവും നോമ്പ് എല്ലാം ഉള്ളത്, ആളുകളൊക്കെ നന്നായി പെരുമാറുന്നൊരു മനുഷ്യനാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ലഹരിയില്ല. പിന്നെ എങ്ങനെ ഇതവന് സാധിച്ചു? ഇത് കൊന്നത് എന്തെങ്കിലും വിഷം കൊടുത്തിട്ടൊന്നുമല്ല. അത് ചെറിയ ചുറ്റിക, അതായത് സുത്തി എന്ന് പറയുന്ന ഈ ഒരു സാധനം കൊണ്ട്, അത് നാം ചുമരിലേക്ക് ആനടിക്കുന്ന ഈ ചുറ്റിക കൊണ്ടാണ് തയ്ച്ച് കൊല്ലുന്നത്. അനുജൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ തലയിൽ ഇടിച്ച് ആ മുഖം നോക്കാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ ഉള്ളിൽ പോയി, ഒരു കണ്ണ് തന്നെ കാണുന്നില്ല, ആഴത്തിൽ അടിച്ചിരിക്കുകയാണ്. സാധാ ഒരു ചുറ്റികയിൽ ഇടിച്ചങ്ങനെ ഇടിച്ച് കൊല്ലുമ്പോൾ, ആർത്തട്ടാസിക്കുമ്പോൾ, ഈ ചുറ്റിക കൊണ്ടിങ്ങനെ അടിക്കുമ്പോൾ രക്തങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക്, ആ കൊല്ലുന്ന ആളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ പാറുമല്ലോ. അപ്പം ജീവന് വേണ്ടി ഇങ്ങനെ നിലവിളിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും വിടാതെ വീണ്ടും വീണ്ടും അടിച്ചു. അത് ഒരാളെ കൊന്നു, വീണ്ടും 15 കിലോമീറ്റർ സഞ്ചരിച്ചു, വീണ്ടും പോയി കൊന്നു. ഇതെങ്ങനെ സാധിക്കുന്നു ഒരു മനുഷ്യന് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതും ഇത്രയും നല്ലൊരു മനുഷ്യനാണ്. ഇതിൻ്റെ മുമ്പ് ഒരു കുറ്റകൃത്യത്തിൽ പോലും ഭാഗിയാകാത്ത അഫ്ഫാനാണ്. ഇതിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് പോലില്ല. ഒരു ചെറിയൊരു റിപ്പോർട്ടുണ്ട്, ഒരു ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ ആരെങ്കിലും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായിട്ടില്ല. എല്ലാവരും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് പറയുന്നത്. അയൽവാസികളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ആ വീട്ടിലുള്ളത് ഈ ഉമ്മയും ഈ 2 മക്കളാണ്, അനുജനും ഈ അഫ്ഫാനും, 2 മക്കളാണ്. പിന്നെ ഈ 6 പേര് എങ്ങനെ കൊന്നു? 6 പേര് ദൂരെ സഞ്ചരിച്ചാണ്. ഇവൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റിക വാങ്ങാൻ പോലും, ഈ സുത്യ വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ പണമില്ല. അതിനുവേണ്ടി അവിടെ തന്നെ ഒരു കടയിൽ പോയി ഒരു 200 രൂപ വാങ്ങിക്കുന്നു. 200 രൂപ ഈ ചുറ്റിക വാങ്ങാൻ വേണ്ടി വാങ്ങിക്കുന്നു. തൊട്ടടുത്ത കടയിൽ പോകുന്നു. ഇവൻ്റെ ജീവിതം എന്ന് പറയുന്ന ആഡംബരമായ ജീവിതമാണ്. മനുഷ്യന് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ജീവിതം ഇത്രയും ഗതിമുട്ടി പോകുന്നത്. നമുക്ക് വളരെ സന്തോഷത്തിൽ ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല, നല്ല റാഹത്തോടു കൂടി ജീവിക്കാൻ പറ്റും. ആളുകൾ മുമ്പിൽ ഞാൻ വലിയ ഒരാള് എന്ന രീതിയിൽ നാം ജീവിക്കണമെങ്കിൽ ഒരുപാട് കടങ്ങൾ വാങ്ങേണ്ടി വരും, വലിയ വീട് കെട്ടേണ്ടി വരും, കാറുകൾ വാങ്ങേണ്ടി വരും. ഈ ആഡംബരമായ ജീവിതമായിരുന്നു അഫ്ഫാന്റെ ജീവിതം എന്ന് പറയുന്നു. ഇതിനൊക്കെ കാരണം മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാരണമാണ്. ഇബ്ലീസും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ശ്രമമാണ് കൂടുതൽ ചെറുപ്പക്കാരന്. കാരണം ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതല്ല പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ മുമ്പ് നാം ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ 5 നേര നിസ്കാരം എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതം മൊത്തം ഇബാദത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്, അല്ലേ? എല്ലാ സമയം തൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ ലോകം അവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു മഹാനായ ആബിദായ ഒരു മനുഷ്യൻ ഒരു തിന്മയും ചെയ്തില്ല. ഇത്രത്തോളം ഇബ്ലീസ് പല ശ്രമങ്ങളും നടത്തി തിന്മയിലേക്ക് വരുത്താൻ വേണ്ടി, ഒന്നും ചെയ്തില്ല. അവസാനം എല്ലാ തിന്മകളും ചെയ്തു. അയാളങ്ങ് കാഫിറായി ചാകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി. എന്തുകൊണ്ട്? അത്രയും വലിയൊരു ആബിദായ മനുഷ്യൻ ആരെങ്കിലും വിശ്വസിക്കൂല. കാരണം അയാളുടെ ഇബാദത്ത് കണ്ട് ആരും അസൂയപ്പെട്ടു പോകും. 24 മണിക്കൂറും ഇബാദത്തിലായിരുന്നു, എല്ലാ ദിവസവും. കാരണം അള്ളാഹു തനിക്ക് തന്ന ആരോഗ്യം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യന് പല എല്ലാ തിന്മകൾ ചെയ്ത അവസാനം ഈമാൻ നഷ്ടപ്പെട്ട് മരണപ്പെട്ടു. അതേ കാരണമാണ് ഇവിടെ അഫ്ഫാനും സംഭവിച്ചത്. അള്ളാഹു കാക്കട്ടെ. പിന്നെ ഈ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സമ്പത്തിനോടുള്ളൊരു മോഹം, വലിയ ഒരു സമ്പന്നനായി ജീവിക്കണമെന്ന് നാം ഇങ്ങനെ ആഗ്രഹിച്ചത് തീർച്ചയായും ഗതിമുട്ടും. ഉറപ്പാണ്. അഫ്ഫാന്റെ ഉപ്പാക്ക് 74 ലക്ഷത്തോളം കടമുണ്ട് എന്നാണ്.
അഫ്വാനിന് തന്നെ 25 ലക്ഷത്തോളം കടമുണ്ട് എന്നാണ്. അഫ്വാൻ നേരെ ആദ്യം വന്ന് ആക്രമിക്കുന്നത് ഉമ്മയാണ്. ഉമ്മയെ ആക്രമിക്കുന്നു, ഉമ്മയെ ഒരു റൂമിൽ പൂട്ടുന്നു, ഉമ്മ മരിച്ചു എന്ന് അവൻ്റെ ധാരണ. പിന്നെ ഇവൻ നേരെ പോകുന്നത് വല്യമ്മയുടെ അടുത്തേക്കാണ്. വല്യമ്മ ഒരു 15 കിലോമീറ്റർ അകലെ ദൂരമുള്ള വല്യമ്മൻ്റെ അരികത്ത് പോകുന്നു. അങ്ങനെ വല്യമ്മയും കൊല്ലുന്നു. പിന്നെ വീണ്ടും അവൻ്റെ എളാപ്പയും ഇളയമുള്ള ആ ലത്തീഫും ഷാഹിദിൻ്റെ വീട്ടിലേക്ക് വന്നു, അവരെയും കൊല്ലുന്നു. എന്നിട്ട് ഇവൻ്റെ കാമുകിയായ ഫർസാന്റെ ഫോൺ വിളിച്ച് പറയുന്നു, വരണം, ഞാൻ ബൈക്ക് എടുത്ത് വരാം, നീ ബൈക്കിൽ കയറണം. എന്നിട്ട് ഇവളെയുമായി നേരെ വീട്ടിലേക്ക് വരുന്നു, ഇവളെയും അടിച്ചു കൊല്ലുന്നു. പിന്നീടാണ് സ്കൂൾ വിട്ട് വരുന്ന 8ാം ക്ലാസ് സ്കൂൾ വിട്ട് വരുന്ന ഈ അനുജനും കൊല്ലുന്നത്. അത് കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ വളരെ എങ്ങനെയാ അത് വിവരിക്കാൻ അറിയില്ല, അത്രയ്ക്കും ഒരു രീതിയിലാണ് കൊല്ലുന്നത്. വരാപ്പുറത്ത് ഇരുന്ന സ്ഥലത്ത് തന്നെ അനിയൻ്റെ ശരീരത്തിലേക്ക് അടിച്ചടിച്ചടിച്ച് ഒരു വലിയൊരു സുത്തിക ഒന്നുമല്ല, ചെറിയ ഒരു സുത്തിക എടുത്തിട്ടാണ്. സാധാരണ ചുമരിലെ ആനടിക്കുന്ന സുത്തിക കൊണ്ട് ഒരാൾ അടിച്ചു കൊല്ലണമെങ്കിൽ എത്ര തവണ അടിച്ചിട്ടുണ്ടാകും ആ തലയിലേക്ക്, എത്ര തട്ടാസിച്ചിട്ടുണ്ടാവും ജീവന് വേണ്ടി. ആ ഫർസാന്റെ മുഖത്തിന് വികൃതമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വെല്ലിമ്മയെ കൊന്നതിന് ന്യായീകരിക്കാം. വെല്ലിമ്മയോട് സ്വർണം ചോദിച്ചു, അപ്പോൾ വെല്ലിമ്മ കൊടുത്തില്ല. അപ്പോൾ കുടുംബത്തിന് ഉപകാരമില്ലാതെ ഈ സ്വർണം വെച്ചിട്ട് എന്ത് കാര്യം, ആ വെല്ലിമ്മയുടെ ജീവന് വേണ്ടെന്ന് പറഞ്ഞ് ന്യായീകരിക്കാം. അതേപോലെ എളാമ്മയോട് എന്തെങ്കിലും ചോദിച്ച് അങ്ങനെ തരാത്തതിൻ്റെ പേരിൽ ഈ അനുജനും ഈ ഉമ്മയും ഒക്കെ അല്ലേ, അതുപോലെ ഈ പെൺ സുഹൃത്തിനെയും ഒക്കെ ഇവൻ കൊല്ലുന്നു. ഇതിൻ്റെ പിന്നിൽ മൊത്തം കാരണം എല്ലാ തിന്മയുടെ താക്കോല് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലഹരിയാണ്. ലഹരി എല്ലാ തിന്മയുടെ താക്കോലാണ്. ഇനി ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വാർത്തകൾ നിരന്തരമായി വരുന്നതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. കാരണം ലഹരിയാണ് എന്ന് പറഞ്ഞാൽ, ലഹരി മാത്രമല്ല, ലഹരിയാണ് എന്ന് പറഞ്ഞാൽ ലഹരിയെ നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്. സർക്കാരിന് ഇതിന് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിൽ സർക്കാർ ഒഴിഞ്ഞു മാറാനുള്ളൊരു ശ്രമമാണ്. കാരണം ലഹരിയല്ല, മറ്റു മാനസിക പ്രശ്നമാണ് എന്ന് അവതരിപ്പിക്കുന്നത്. ലഹരി എല്ലാ തിന്മയും ഉണ്ടാക്കുമെന്നാണ് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് തിന്മ ചെയ്യാൻ അവന് മടിക്കില്ല. ഞാൻ പറഞ്ഞത് ഈ ഇബ്ലീസ് ഈ ആബിദായ മനുഷ്യനെ ശ്രമിച്ചത് ഒരാളെ കാരണം അയാളോട് പറഞ്ഞു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ തൗബ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യണം. നിങ്ങൾ ഒരു തിന്മയും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ തൗബ ചെയ്യുക? ഒരു തിന്മ ചെയ്തിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാകുന്നു. അപ്പോൾ എന്താ തിന്മ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇബ്ലീസ് പറഞ്ഞൊരു ആളെ കൊല്ലുമോ, ആളെ കൊല്ലാൻ പറയുമ്പോൾ അയ്യോ ഞാനൊരു ഉറുമ്പിനെ കൊല്ലാത്ത മനുഷ്യനാണ് ആളെ കൊല്ലാൻ പറയുന്നത്, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. പിന്നെ പല തിന്മകൾ കാണിച്ചു കൊടുത്തപ്പോൾ അതൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. പിന്നെ അവസാനം നബി തങ്ങൾ പറഞ്ഞതാ, മറ്റേ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ആബിദിനോട് ചെറിയ ഒരു ദോഷം, ഇതിനേക്കാൾ അപ്പുറം പിന്നെ പറയാൻ പറ്റൂല, ഒരു ചെറിയ മദ്യപിക്കാൻ പറഞ്ഞതാണ്, ലഹരി വസ്തു ഉപയോഗിക്കാനാണ് പറഞ്ഞത്. ഇതൊന്നും ഉപയോഗിച്ചാൽ മതി, പിന്നൊന്നും ചെയ്യാം, അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ, അത് ഉപയോഗം കുടിച്ചാലായില്ല, ഒരു ചെറിയ തിന്മല്ലേ എന്ന് വിചാരിച്ചു ചെയ്തതാണ്. ആ തിന്മ ഇനി നാടിന് കൊന്താവുന്നു. ആ തിന്മ നൽകിയ ആ പെൺകുട്ടിയെ കൊല്ലുന്നു, പിന്നെ തൂക്കിലേറ്റുന്നു. ഇതൊക്കെ പല തിന്മകളും അവിടെ അയാൾ ഒരു നിമിഷത്തിൽ ചെയ്യുന്നു. പിന്നെ ശിർക്ക് വരെ ചെയ്യാൻ ഒരു മടിയും കാണിക്കുന്നില്ല. അയാൾ ചെയ്ത ഒരേ ഒരു തിന്മയാണ്. അതിനാണ് ഈ തിന്മ നാം ഒരു ലഹരി എന്ന് പറഞ്ഞാൽ കൊല്ലും, എല്ലാ മസ്തുണ്ടാക്കുന്ന എല്ലാം ലഹരിയാണ്. എല്ലാ ലഹരിയും ഹറാമാണ്. ഒരാൾക്ക് ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അതിൽ ലഹരി ഉണ്ടാകുന്നുണ്ടോ അത് അയാൾക്ക് ഹറാമാണ്. ഒരു സിഗരറ്റ്, ബീഡി, എന്ത് തന്നെ ആവട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് ലഹരി ഉണ്ടാകുന്നോ അത് ഹറാമാണ്. ഈ ലഹരി എല്ലാ തിന്മയുടെ താക്കോലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു കുട്ടി ലഹരി വരുത്താൻ കഴിച്ചാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവൻ്റെ 40 നിസ്കാരത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല എന്നാണ്. ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എൻ്റെ ഉമ്മത്തിനുണ്ടാകുന്നത് ലഹരി ഉപയോഗിക്കുന്നവർ വർദ്ധിക്കും, സിന പ്രത്യക്ഷമാകും. ഇതൊക്കെ നടന്നുകൊണ്ടില്ലേ? ജഹല് സ്ഥിരമാകും, ഇൽമ് ഉയർത്തപ്പെടും. ഇതൊക്കെയല്ലേ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അന്ത്യനാളിൻ്റെ ലക്ഷണമാണ് എന്ന് പറയുന്നു. ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനുൽ ഖംർ, ലഹരി ഉപയോഗിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പോവുകയില്ല. മുത്തായ റസൂൽ പറഞ്ഞു, പല പേരിൽ ഈ ലഹരി അറിയപ്പെടും, ലഹരിയെ ഹലാലാക്കാനുള്ള ശ്രമം പോലും നടക്കുമെന്നുള്ളതാണ്. പല വിധത്തിലും പല പേരിലും അത് അറിയപ്പെടും. ഇവിടെ ഏറ്റവും വലിയ കാരണം സമ്പത്ത്, ലഹരി ഉപയോഗിച്ചാൽ അവൻ എന്തിനും തയ്യാറാണ്.
ഈ അഫ്വാൻ അതിക്രൂരമായി കൊല ചെയ്യാൻ കാരണം ലഹരി തന്നെയാണ്. ലഹരി ഒരുത്തൻ്റെ മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അവൻ തന്നെ അവൻ്റെ സ്ഥിരത നഷ്ടപ്പെടും. അവനക്ക് എന്തൊന്നും അറിയില്ല. ആ സമയത്ത് അവൻ ചെയ്തു കൂട്ടുന്നതെന്നൊന്നും അറിയില്ല. ഈ ലഹരി എവിടെ മറക്കാനുള്ള ശ്രമം നടത്തുന്നത്. ലഹരി എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിനെ ബാധിക്കുമെന്നൊരു ഇത് ഒരു നിയന്ത്രണം കൊടന്നു വന്നില്ല എങ്കിൽ തീർച്ചയായും പല രാജ്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നു. ലഹരി ഉപയോഗിച്ച് പോകുന്നവൻ ഒരു ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് അയാൾ ലഹരി ഉപയോഗിച്ച് പോകുന്നവനാണോ അല്ലേ എന്ന് CC ക്യാമറ പെട്ടെന്ന് ആ ദൃശ്യത്തെ അത് കണ്ടുപിടിക്കും. ഇവ ലഹരി ഉപയോഗിച്ചിട്ടാണോ എന്ന്. നമ്മുടെ രാജ്യത്ത് എത്രയോ പണം ചെലവഴിക്കുന്നുണ്ട് പലതിൻ്റെ പേരിലും. അത്യാവശ്യമായി ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്രയും കൂട്ടക്കൊലങ്ങൾ നടക്കുന്നത് ഈ ലഹരി കൊണ്ടാണ്. ഈ ലഹരിയെ നിർത്താൻ വേണ്ടി നമ്മുടെ രാജ്യത്തോ അല്ല സർക്കാരത്തോ ഇത്തരത്തിലുള്ള പണം ഉപയോഗിക്കുന്നില്ല. ഇതിനു വേണ്ടി ആരെങ്കിലും കഴിച്ചു എന്ന് പറയുമ്പോൾ ചെറിയ 5000 2000 പിഴ നൽകിയാൽ അതോടുകൂടി ഇത് അവസാനിക്കും. പിന്നീട് ഒരു ശിക്ഷയില്ലാത്തൊരവസ്ഥയിലേക്കാണ്. ഇത് കാര്യമായി നാം നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീടിനും ഇത്തരത്തിലുള്ള സംഭവം നടക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അഫ്ഫാൻ എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കനായിരുന്നു, നല്ലൊരാളായിരുന്നു, എന്നിട്ടും ഇത് ചെയ്തു എന്നതിൻ്റെ കാരണം ലഹരിയാണ്. ഞാൻ പറഞ്ഞത് ഈ ആഭിതായ മനുഷ്യൻ, ഒരു തെറ്റും പോലും ചെയ്യാത്തൊരു മനുഷ്യൻ, അദ്ദേഹം ഈ കൊല നടത്താനും എല്ലാം ഉണ്ടായതും അവസാനം കാഫിറായി ചത്തുപോകാനൊക്കെ കാരണമായത് ഈ ലഹരിയായിരുന്നു. ലഹരി അത്രത്തോളം മനുഷ്യനെ തിന്മയിലേക്ക് എത്തിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് നമ്മുടെ നാടിനും നമ്മുടെ ജമാഅത്തിനും ഒക്കെ നാം തിരസ്കരിക്കേണ്ടതാണ്. ഇത് നാം നിസ്സാരമായി കണ്ടാൽ, വളരെ ലാഘവത്തോട് കൊണ്ട് കണ്ടാൽ ഇത്രയും നിഷ്കളങ്കമായ കുടുംബങ്ങൾ ഇല്ലാതെയാകും. പാവം ഉമ്മ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലും ആ സമയത്ത് ഉമ്മയുടെ ബോധം വന്നപ്പോൾ ചോദിച്ചത് മകനെ കുറിച്ചാണ്. അഫ്ഫാൻ എവിടെ? എൻ്റെ അനുജനായ മകനെ കുറിച്ചാണ്, 2 മക്കളെ കുറിച്ചാണ് ചോദിച്ചത്. എന്താണ് ഉമ്മാക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ കട്ടിൽ താഴെ വീണ് തലയിലടിച്ചിട്ടാണ് എനിക്ക് വേദന ഉണ്ടായത്. എന്നാൽ അവിടെയും മകനെ രക്ഷപ്പെടുത്താനാണ് നോക്കിയത്. എത്ര വീടുകളുണ്ടെന്നോ നരകീയമായി കഴിയുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആഡംബരമായി ജീവിതം കൊതിക്കുന്നവർ ഇങ്ങനെ തന്നെയാണ്. പണമില്ലാതിരിക്കുമ്പോൾ പിന്നെ ലഹരി ഉപയോഗിക്കാനുള്ള പണം കിട്ടാത്തതിന് പേര് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയെ വെട്ടിക്കൊന്ന കഥകൾ കണ്ടവരാണ്, കേട്ടവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാടിന് ഇത് നാം തുരുത്തണം. ഇല്ലെങ്കിൽ വലിയ നഷ്ടം നൽകേണ്ട, വലിയ വില പറയേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.